മക്കളും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ആയത്ത് ഇങ്ങനെ ഓതുമ്പോ പടച്ചവനെ മഹാനായ റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തു, പടച്ചവനെ എന്റെ സ്വർഗത്തിലെ ഭാര്യയെ എനിക്ക് കാണണം പടച്ചവനെ, എന്റെ സ്വർഗത്തിലെ ഭാര്യയെ എനിക്ക് കാണണം പടച്ചവന്, ഈ ദുനിയാവിൽ വെച്ച് തന്നെ കാണണം പടച്ചവന്. റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അവസാനം എന്റെ പ്രിയമുള്ളവരെ പാതിരാത്രി കിടന്നുറങ്ങുമ്പോ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്, സ്വർഗത്തിലെ ഭാര്യയെ കാണിച്ചു കൊടുക്കുകയാ, സ്വർഗത്തിലെ ഭാര്യയെ കാണിച്ചു കൊടുക്കുകയാ. ആരെയാണ് കാണിച്ചു കൊടുത്തതെന്നറിയുമോ? മൈമൂനത്തുൽ മിസ്രിയ. തന്റെ സ്വർഗത്തിലെ മണവാട്ടിയാണ് മൈമൂനത്തുൽ മിസ്രിയ. പടച്ചവനെ റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചാടി എഴുന്നേൽക്കുകയാ, മിസ്ർ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയാ. കാരണം തന്റെ സ്വർഗത്തിലെ മണവാട്ടിയാണല്ലോ, ഈ ദുനിയാവിൽ വെച്ച് അവളെയൊന്ന് കാണണമല്ലോ. റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന മനുഷ്യനതാ പടച്ചവനെ മിസ്ർ എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ അന്ന് ഏറ്റവും വലിയ പണ്ഡിതനാണ്, ആ നാട്ടിലെ ഏറ്റവും വലിയ അറിവുള്ള മനുഷ്യനാണ് പടച്ചവനെ. റബീ എന്ന് പറയുന്ന മനുഷ്യനതാ മിസ്ർ എന്ന രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോ നാട്ടുകാര് മുഴുവനും ഒരുമിച്ച് കൂടുകയാ, നാട്ടുകാര് മുഴുവനും ഒരുമിച്ച് കൂടുകയാ, എല്ലാവരും മുസാഫഹത്ത് ചെയ്യുകയാ. അവിടെ നിന്ന് ചോദിച്ചു എന്തിനാണ് വന്നത്? റബീ പറഞ്ഞു ഇവിടെ മൈമൂന എന്ന പേരുള്ള ഒരു പെണ്ണുണ്ട്, മൈമൂന എന്ന പേരുള്ള ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിനെ കാണാമെന്നതാണ്, ആ പെണ്ണിനെ കാണാമെന്നതാണ്. ജനങ്ങൾ മുഴുവനും തെരഞ്ഞു നടക്കുകയാ. അവസാനം വൈകുന്നേര സമയം വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, തങ്ങളെ മൈമൂന എന്ന് പേരുള്ള, മൈമൂന എന്ന് പേരുള്ള 3 പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ട് തങ്ങള്, പക്ഷേ 3 പേരും നിങ്ങൾ തിരയുന്നവരല്ല, അവർക്കതിന് സാധ്യതയില്ല, അവര് മോശമായ ജീവിതം നയിക്കുന്നവരാ. ആ സമയത്ത് റബീഅത്ത് ഇബ്നു അസ്ം പറഞ്ഞു, അല്ല, മൈമൂന എന്ന പേരുള്ള ഒരു പെണ്ണുണ്ട്, എനിക്കവളെ കാരണം. അവസാനം ആ സമയത്തൊരു മനുഷ്യൻ പറഞ്ഞു, തങ്ങളെ ഒരു പ്രാന്തി പെണ്ണുണ്ട് തങ്ങള്, മൈമൂന എന്ന പേരുള്ള ഒരു പ്രാന്തിയുണ്ട്, അവള് പാതിരാത്രി മുഴുവനും ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്ന് പാട്ടുപാടിയിട്ട് ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്നവളാ. പടച്ചവനെ റബീഅത്ത് ഇബ്നു അസ്ം പറഞ്ഞു, എങ്കിലും ഞാൻ തിരയുന്ന പെണ്ണവളാ, എങ്കിലും ഞാൻ തിരയുന്ന പെണ്ണവളാ, എവിടെയാണ് അവളുടെ വീടെന്ന് ചോദിക്കുമ്പോ പടച്ചവനെ അവിടെ നിന്ന് പറഞ്ഞു, തങ്ങളെ അവൾക്ക് വീടില്ല, അവള് പർവ്വതത്തിന്റെ മുകൾ തട്ടിലാണ് പകൽ കഴിയുന്നത്, പാതിരാത്രി മാത്രമേ അവർ വെളിയിലേക്ക് ഇറങ്ങി വരാവൂ. പടച്ചവനെ അല്ലാഹുവേ, റബീ പറഞ്ഞു, എങ്കിൽ എനിക്ക് അവളെ ഒന്ന് കാണണം. പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് മൈമൂനത്തുൽ മിസ്രിയ നമസ്കാരത്തിലാ, മൈമൂനത്തുൽ മിസ്രിയ നമസ്കാരത്തിലാ. പടച്ചവനെ റബീ കാത്തു നിൽക്കുകയാണ്, തന്റെ സ്വർഗത്തിലെ മണവാട്ടി ആദ്യമായിട്ട് കാണുകയാണ്. പടച്ചവനെ മിണ്ടാതെ മാറി നിന്നു. നമസ്കാരം കഴിഞ്ഞപ്പോ റബീ പറഞ്ഞു, അസ്സലാമു അലൈക യാ മൈമൂന. പടച്ചവനെ സലാം പറയുകയാ. ഉടനെ മൈമൂന പറയുകയാണ്, വഅലൈക്കുമുസ്സലാം റബിയ. റബീഅത്തിൽ അല്ലാഹുവേ റബീഅത്ത് ഇബ്നു അസ്ം അത്ഭുതപ്പെടുകയാണ്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് പരസ്പരം കാണുന്നവരാ. എന്റെ പേരെങ്ങനെ മനസ്സിലായി, ഞാനാണെന്ന് എങ്ങനെ മനസ്സിലായി? മൈമൂന പറഞ്ഞു, എനിക്ക് എന്റെ പടച്ച റബ്ബ് കാണിച്ചു തന്നു. എന്നെ വിവാഹം കഴിക്കാമെന്നതല്ലേ, എന്നെ ഒന്ന് കാണാമെന്നതല്ലേ. എനിക്കൊരു മോഹമുണ്ട്, എനിക്കൊരു അഭിലാഷമുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്. നിങ്ങളൊന്ന് സാധിച്ചു തരുമോ റബിയ? നിങ്ങളൊന്ന് സാധിച്ചു തരുമോ റബിയ? റബീഅത്ത് ഇബ്നു അസ്ം ചോദിച്ചു, എന്തേ ഞാൻ ചെയ്യേണ്ടത്? അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഒന്ന് ഓതി തരുവോ? പെണ്ണ് കാണാമെന്ന ഭർത്താവിനോട്, തന്നെ കാണാമെന്ന പുതുമണവാളനോട് ആ പെണ്ണ് ചോദിക്കുകയാ, നിങ്ങളൊന്ന് ഖുർആൻ ഓതുമോ? നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ എനിക്ക് വല്ലാത്ത കൊതിയാ. റബീഅത്ത് ഇബ്നു അസ്ം അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയാ. അല്ലാഹുവേ തന്റെ മണവാട്ടിക്ക് ഖുർആൻ ഓതി കൊടുക്കുകയാണ്. ഏത് സൂറത്താ ഓതിയതെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
الرحيم يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا. दोस्तों आईपीओ का सीजन चल रहा है, सारे फ्रेंड्स वही बात कर रहे हैं, न्यूज में भी चर्चा हो रही है. سنلقي عليك قولا ثقيلا. പടച്ചവനെ റബിയ ഇങ്ങനെ ഓതുകയാണ്, മൈമൂനത്തുൽ മിസ്രി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാ. അവസാന ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്, ഓതി അവസാനം ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തങ്ങ് ഓതുമ്പോ മൈമൂനയുടെ കണ്ണ് നിറയുകയാ, ശരീരം മുഴുവനും വിയർക്കുകയാണ്, കൈകാലുകളെ വിറയ്ക്കുകയാണ്, ശരീരം ഇങ്ങനെ തളരുകയാണ്. മൈമൂനത്തുൽ മിസ്രിയ പറഞ്ഞു, റബിയ ഒന്നുകൂടെ ഓതുവോ റബിയ, ഒന്നുകൂടെ ഓതുവോ റബിയ, നിങ്ങളുടെ നാവ് കൊണ്ടായത്തൊന്നുകൂടെ ഓതുവോ റബിയ. കേൾക്കാനുള്ള കൊതി കൊണ്ടാണ്, എന്റെ ആഗ്രഹം കൊണ്ടാണ്. പടച്ചവനെ റബിയത്ത് ബിൻ അസ്മ അവിടുന്ന് ഓതുകയാണ്, ഇന്നലദൈനാ അൻകാലം വജഹീമാ വതഅമൻ ദാ ഉസ്സതി വഅദാബൻ അലീമാ. പടച്ചവനെ നരകത്തിന്റെ കൊളുത്തുകളെ കുറിച്ചു, നരകത്തിന്റെ ചങ്ങലകളെ കുറിച്ചു, നാളെ നരകവാസിയെ വലിച്ചു കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ. ഈ ആയത്തങ്ങോട്ട് ഓതുമ്പോ മൈമൂനത്തുൽ മിസ്രിയ തളർന്നു വീഴുകയാണ്, ശരീരം കിടന്ന് പിടക്കുകയാണ്. അല്ലാഹുവേ, തന്റെ റബിയുണ്ടല്ലോ, തന്റെ സ്വർഗത്തിലെ മണവാട്ടിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ അവിടെ അത്ഭുതപ്പെടുകയാണ്. തന്റെ പ്രിയപ്പെട്ട സ്വർഗത്തിലെ ഭാര്യയെ റബിയത്ത് ബിൻ അസ്മ അങ്ങോട്ട് വിളിക്കുമ്പോ അതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാ, റബിയ നാളെ സ്വർഗത്തിൽ വെച്ച് കാടാ റബിയ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്തോതുന്ന സമയത്ത് ഹൃദയം പൊട്ടിയിട്ട് മരിച്ചു പോയെന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് സമയമില്ല, പഠിക്കാൻ സമയമില്ല, പഠിപ്പിക്കാൻ സമയമില്ല. പടച്ചവനെ, ദുനിയാവിന്റെ ആഡംബരങ്ങൾക്ക് പടവില് ഞാനും നിങ്ങളും ഇങ്ങനെ ഓടുമ്പോ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് പോരാ സമയമില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്കൊരു സൂറത്ത് പറഞ്ഞു തരാ, കഴിയുമോ?